വെളുപ്പാൻ കാലത്ത് കായലിന് കുറുകെയുള്ള ചെറിയൊരു വഴിയിലൂടെ അവൾ നടന്നു. ഇരുവശത്തും നീണ്ടുകിടക്കുന്ന കായൽ. ആ ചെറിയ വഴി ഇരുവശത്തുമായി അധികം പൊക്കമില്ലാത്ത രീതിയിൽ തെങ്ങ് നിൽപ്പുണ്ട്. കുട്ടനാടിന്റെ ഭംഗിയറിയണമെങ്കിൽ ഈ വഴിയെ നടക്കണം. പക്ഷേ മഴ പെയ്താൽ ഈ വഴി മുഴുവൻ വെള്ളം കയറും. പിന്നീട് മഴയൊക്കെ മാറി നല്ല വെയിൽ വന്നാലേ ഈ വഴി നടക്കാൻ പറ്റൂ. പലതും ആലോചിച്ച് ചെറിയൊരു ചിരിയോടെ അവൾ ആ വഴിയെ ധൃതിയിൽ നടന്നു. ഇളം ചുവപ്പ് നിറത്തിലുള്ള പാവാടയും ബ്ലൗസുമാണ് അവളുടെ വേഷം. അരക്ക് താഴെയുള്ള നീണ്ട മുടി ഇരുവശത്തുനിന്നും കുറേശ്ശെ എടുത്ത് ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. ഇളം കരിക്കിൻ നിറവും വിടർന്ന മിഴിയും ചെഞ്ചുണ്ടും അല്പം ഇരുണ്ട ശരീരവും. കയ്യിൽ പാലടങ്ങുന്ന ഒരു പാത്രത്തിന്റെ തൂക്കും പിടിച്ചാണ് നടപ്പ്. ഇടയ്ക്കിടയ്ക്ക് തൂക്കിന്റെ ഭാരം അനുഭവപ്പെട്ടെന്നോണം കൈകൾ മാറ്റി മാറ്റി പിടിക്കുന്നുണ്ട്. ചെറിയ കാറ്റിൽ അവളുടെ മുടി പാറി പറക്കുന്നുണ്ട്. ചിലർ കായലോരമിരുന്ന് ചൂണ്ടയിടുന്നുണ്ട്. അതൊക്കെ നോക്കി എതിരെ നടന്നു വരുന്നവരെയൊക്കെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവൾ അവിടെ നടപ്പ് തുടർന്നു. കായലിന് കുറുകെയുള്ള ആ വഴി മുറിച്ചു കടന്ന് ആദ്യം കയറിയത് ചെറിയൊരു ഇടവഴിയിലാണ്. അവിടം കഴിഞ്ഞ് നേരെ റോഡ് മുറിച്ചു കടന്ന് ചെറിയൊരു ചായക്കടയിലെത്തി. കുമാരേട്ടാ, പാല് വേഗം എടുത്തിട്ട് പാത്രം തരും, വീട്ടിലെ ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ചായക്കടയുടെ പുറത്തായുള്ള കൊച്ചു ഡെസ്കിലായി കയ്യിൽ കരുതിയിരുന്ന തൂക്ക് വെച്ചുകൊണ്ടാണ് കടക്കകത്തേക്ക് നോക്കി അവൾ വിളിച്ചു പറഞ്ഞത്. അപ്പോഴേക്കും ഇരുനിറത്തിലുള്ള മധ്യവയസ്കനായ ഒരാൾ ആ കടക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു. മടക്കി കുത്തിയ മുണ്ടും ഒരു ബനിയനും തോളിലൊരു തോർത്തും, അതാണ് അയാളുടെ വേഷം. അല്പം കയറിയ കഷണ്ടി വീണ നെറ്റിയിൽ നീളത്തിൽ ചന്ദനക്കുരി വരച്ചിട്ടുണ്ട്. ആ, മീനൂട്ടി നേരത്തെയാണല്ലോ, സമയം 6 കഴിഞ്ഞേ ഉള്ളൂ. പാലെടുക്കാൻ വരുന്നവർ ഇപ്പം നേരത്തെ വരും കുമാരേട്ട, അതുകൊണ്ട് ഞാനും അല്പം നേരത്തെയാക്കി വരവ്, അത്രയേ ഉള്ളൂ. കുമാരേട്ട പാലെടുത്തിട്ട് വേഗം പാത്രം തന്നേ, 1 കിലോമീറ്റർ നടക്കണം ഇനി തിരിച്ച് വീട്ടിലെത്താൻ. അവൾ പറഞ്ഞു ചിരിയോട് അകത്തേക്ക് കയറി മറ്റൊരു തൂക്കെടുത്തുകൊണ്ട് പാൽപാത്രം തുറന്ന് പാൽ അതിലേക്ക് പകർത്തി ഒഴിച്ചു കുമാരൻ. ഈടായിട്ട് പാലിൽ ഇത്തിരി വെള്ളം കൂടുതലാട്ടോ മീനൂട്ടിയേ. പണ്ട് രാഘവേട്ടൻ പാലുകൊണ്ടുവന്നുകൊണ്ടിരുന്നപ്പോ പാലിൽ ഒരു തുള്ളി വെള്ളം ചേർക്കില്ലായിരുന്നു. അത് ഞാൻ വെള്ളമൊഴിക്കുന്നുണ്ടെന്നല്ല, പുള്ളിപ്പശുവിന്റെ പാലിന് തീരെ കൊഴുപ്പില്ല ഇപ്പൊ. പിന്നെ പുള്ളിപ്പശുവിന് തീറ്റയേക്കാളും കൂടുതൽ ഇഷ്ടം കാടിവെള്ളാണേ, അതുകൊണ്ടാ. ഓ, അപ്പൊ പശുവിന്റെ കുഴപ്പം കൊണ്ടാ മീനൂട്ടി കൊണ്ടുവരുന്ന പാലിന് കട്ടിയുറവ്, അല്ലാണ്ട് വെള്ളമൊഴിക്കുന്നുണ്ടല്ല. കുറ്റം പശുവിന്റേതാണേ. പുറത്തെ ഡെസ്കിലായിരുന്നു ചായ പിടിച്ചുകൊണ്ടിരിക്കുന്ന വൃദ്ധൻ മറ്റൊരു വൃദ്ധനോട് പറഞ്ഞു. അവർ തമ്മിലൊരു കൂട്ടശ്ശേരി ഉണ്ടായി. അതെ, രാവിലെ ഒരു പണിയിലാക്കി അടുത്തണ്ടയിൽ നിന്ന് ചായ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ആരുടെയെങ്കിലും കുറ്റം പറയുന്നത് സർവ്വസാധാരണ മാത്രം. പക്ഷെ അത് ഈ മീനാക്ഷിയുടേതാവണ്ട. എന്റെ പശുക്കളെയും പറ്റി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, ഈ ചായ കൂടി അങ്ങ് നിർത്തും, ഞാൻ പറഞ്ഞേക്കാം. അയ്യോ മീനൂട്ടി, ചതിക്കല്ലേ. നീ പാലൊന്നുമില്ലെങ്കിൽ ഞാൻ കട കൂട്ടേണ്ടി വരും. ഇവര് പറയുന്നത് നീ കാര്യക്കണ്ട. ഇതാ പാത്രം. ആ, പാത്രമൊക്കെ വാങ്ങിക്കാം. കഴിഞ്ഞ മാസത്തെ പാലിന്റെ കാശ് ഇനിയും ബാക്കിയാ. ഉച്ചയ്ക്ക് ഞാൻ ദിവാകരേട്ടന്റെ കടയിൽ മുട്ട വിൽക്കാൻ പോകുമ്പോ ഇങ്ങോട്ട് കയറും. എടുത്തു വച്ചേക്കണം, പശുക്കൾക്ക് തീറ്റ വാങ്ങേണ്ടതാ. എടുത്തു വെച്ചേക്കാം മോളെ, നീ പോന്നോ. അതും പറഞ്ഞുകൊണ്ട് തന്നെ അയാൾ പാത്രം അടച്ച് മീനാക്ഷിയുടെ കയ്യിൽ കൊടുത്തു. അതും വാങ്ങിയോ തിരിഞ്ഞതും പത്രക്കാരൻ അശോകന് സൈക്കിളിൽ പത്രവുമായി അവിടെ എത്തിയത്. നല്ല ചിരിയുണ്ടല്ലോ അശോക മുഖത്ത്, എന്താ ഇത്ര സന്തോഷിക്കാൻ? എനിക്കല്ല, കുമാരേട്ടനെ സന്തോഷമാകുമോന്ന്. പിന്നെ മീനൂട്ടിയെ, നിനക്കും പാലക്കുറ കൂടി ചെലവാവൂട്ടോ. സൈക്കിളിൽ നിന്നൊന്ന് ഇറങ്ങുന്നോണ്ട് മുന്നിൽ തിരികെ വെച്ചിരുന്ന ഒരു പത്രമെടുത്ത് കുമാരന്റെ കയ്യിൽ കൊടുത്തുകൊണ്ടാണ് അശോകൻ പറഞ്ഞത്. നീ ഇതെന്തൊക്കെയാ അശോകെ പറയുന്നു? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയുന്നതിനൊപ്പം തന്നെ കുമാരനും മീനാക്ഷിയും പരസ്പരം ഒന്ന് മുഖത്തോട് മുഖം നോക്കി. അയ്യോ എന്റെ കുമാരേട്ടാ, അപ്പൊ നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞില്ലേ? നമ്മുടെ ഗരുഡാഗിരിയിൽ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു. ഷൂട്ടിങ്ങോ? സിനിമ ഷൂട്ടിംഗ് ആണോ? അല്ലാതെ പിന്നെ, ഒരാഴ്ച ഉണ്ടാവുന്ന കേട്ടത്. ടൗണിൽ ജ്വല്ലറി ഷോപ്പിലിരിക്കുന്ന പോളച്ചൻ പറഞ്ഞ, അയാളോട് സിനിമയുടെ ആരോ വിളിച്ച് വിവരങ്ങളൊക്കെ അന്വേഷിച്ചു എന്നാ പറഞ്ഞ്. അടുത്ത ആഴ്ച മുതൽ ഷൂട്ടിംഗ് തുടങ്ങും. നായകൻ ആരാന്നറിയോ? ചിരിയോട് അശോകൻ ചോദിക്കുമ്പോൾ വീണ്ടും ഒന്നും മനസ്സിലാവാത്ത ഭാവത്തിൽ മീനാക്ഷിയും കുമാരനും മുഖത്തോട് മുഖം നോക്കി. സിദ്ധാർത്ഥ് മേനോൻ. ഏത്? മറ്റേ അവാർഡ് കിട്ടിയ പയ്യനോ? അത് തന്നെ കുമാരേട്ടാ, സൂപ്പർ സ്റ്റാർ അല്ലേ? ഈ കൊച്ചു പ്രായത്തിൽ തന്നെ കോടിക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന നടനായില്ലേ? അവന്റെയൊക്കെ ഒരു സമയം. അല്ലാണ്ടെന്ന് പറയാൻ നമുക്കൊന്നും ഇതുപോലെ നടന്മാരാവാൻ കഴിഞ്ഞില്ലല്ലോ. ഒരു നടനാവണമെങ്കിലേ അതിനുള്ള മിനിമം ഭംഗിയൊക്കെ ഉണ്ടാവണം. ചുവന്ന ആപ്പിൾ പോലെ ഇരിക്കുന്ന ആ പയ്യനെയും കറുത്ത കരിവണ്ണിനെ പോലെ ഇരിക്കുന്ന നിന്നെയും തമ്മിൽ ഉപമിക്കാൻ പറ്റുമോ അശോക? കുമാരൻ പറയുന്നേട്ട് മീനാക്ഷി ഒന്ന് ചിരിച്ചു. ചായ കുടിച്ചുകൊണ്ടിരുന്ന വൃദ്ധന്മാരത് കേട്ട് ചിരിച്ചുപോയി. ആരും കളിയാക്കണ്ട, ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്നവരെ നേരിട്ട് കാണണം. ഫുൾ മേക്കപ്പ് ആണെന്നാ കേട്ടിട്ടുള്ളത്. അതുപോലെ ഈ പയ്യനും മേക്കപ്പ് ആയിരിക്കും. പിന്നെ വെയിലടിക്കാതിരിക്കാൻ കുട പിടിച്ചു കൊടുക്കാനും പഴച്ചാറ് കൊണ്ട് ജ്യൂസ് അടിച്ചു കൊടുക്കാനൊക്കെ ആളുണ്ടെങ്കിൽ ഇതിനപ്പുറം നിറവും ഭംഗിയൊക്കെ എനിക്കും ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ സിനിമാ നടൻ രജനീകാന്തും ശ്രീനിവാസനെ കറുത്തിട്ടല്ലേ? രജനീകാന്തും ശ്രീനിവാസനെ കറുത്തിട്ട് തന്നെയാ, പക്ഷെ അവർക്ക് നല്ല കഴിവുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാ നിനക്ക് എന്ത് കഴിവുള്ളു? പത്രം ഇടാനുള്ള കഴിവോ? അതെ കുമാരേട്ടാ, നിങ്ങളോട് വാചടിക്കാൻ എനിക്ക് പത്രം ഇടാൻ വയ്ക്കും. എനിക്ക് ഈ ന്യൂസ് ഈ പത്രം എല്ലായിടത്തും എത്തിക്കേണ്ടതാ. ഞാൻ പോവാ. മീനൂടിയെ, നീ വരുന്നുണ്ടോ? വീട്ടുനാടിൽ ഇറക്കിയേക്കാം. സൈക്കിളൊന്ന് കയറിക്കൊണ്ടാണ് അശോകന്റെ ചോദ്യം. ഇല്ല അശോകേട്ടാ, അശോകേട്ടൻ പൊക്കോ.
പത്രത്തിനൊപ്പം ഈ ന്യൂസ് എല്ലായിടത്തും എത്തിച്ചേരുമ്പോൾ ഉച്ചയോടുകൂടി എനിക്ക് വീട്ടിലെത്താൻ പറ്റും. 6:30 പാലെടുക്കാൻ ആൾക്കാർ വന്നു തുടങ്ങും. 8 മണിക്ക് അച്ഛന് പോകണം. 9 മണിക്ക് ഇച്ചൂട്ടിന് സ്കൂളിൽ പോകണം. അതിനിടയ്ക്ക് ചെയ്തെടുക്കാൻ ഒത്തിരി പണികളുണ്ട്. ഞാൻ പോവാ. അതും പറഞ്ഞുകൊണ്ട് പാൽപാത്രം എടുത്തുകൊണ്ട് ഇടവഴിയിലൂടെ അവൾ ഓടി. പിന്തിരിഞ്ഞോടുമ്പോൾ അവളുടെ നീണ്ട ഇടതൂർന്ന മുടി അവളുടെ നടപ്പിനനുസരിച്ച് നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. കായലിന് നടുവിലൂടെയുള്ള ചെറിയ ഇടവഴി കടന്ന് മറ്റൊരു ഇടവഴിയിലേക്ക് കയറുമ്പോൾ നടപ്പിന്റെ വേഗത അല്പം കൂടി കൂട്ടി. ഇടവഴി കടന്ന് ആദ്യം കാണുന്ന മണ്ണിട്ട് ചെറിയൊരു റോഡ് കയറി അവിടുന്ന് 4ാമത് കാണുന്ന വീടിന്റെ ഗേറ്റ് തുറന്നു. ചെറിയ ഒരു നിലയുള്ള ഓടിട്ട വീട്. മണ്ണിട്ട് മുറ്റത്തിന്റെ ഇരുവശത്തുമായി പലയിനം പൂക്കൾ പൂക്കുന്ന ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പൂത്തുലഞ്ഞു നിൽക്കുന്ന വെള്ള ചെമ്പരത്തി മരവും ചുവന്ന ചെമ്പരത്തി മരവും ഇളം പിങ്ക് നിറത്തിലും കടും ചുവപ്പ് നിറത്തിലുള്ള റോസാപ്പൂക്കളും ആന്തൂര്യവും പിന്നെ പലയിനം ചട്ടികളിലായി നട്ടുപിടിപ്പിച്ചിരിക്കുന്ന മറ്റു ചെറിയ പൂക്കൾ പൂക്കുന്ന ചെടികളും ഉൾപ്പെടെ ആ വീട്ടുമുറ്റത്ത് വിരിഞ്ഞു നിൽപ്പുണ്ട്. പല വർണ്ണങ്ങളിലുള്ള ചിത്രശലഭങ്ങളും പാറി നടക്കുന്നു. അവയെല്ലാം തന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ വേഗത്തിൽ നടന്ന് വീടിന്റെ ഇടതുവശത്തെ വഴിയിലൂടെ പിന്നാമ്പുറത്തേക്ക് പോയി. പിന്നാമ്പുറത്തെ ഒരു വശത്തായി ഒരു തൊഴുത്തുണ്ട്. അവിടെ 3 പശുക്കളും നിൽക്കുന്നുണ്ട്. അടുക്കളപ്പഴയുടെ ഭാഗത്തായി കയ്യിലുണ്ടായിരുന്ന പാൽപാത്രം വെച്ചുകൊണ്ട് തന്നെ അവൾ കുറച്ചു മാറിയുള്ള കോഴിക്കൂടിന്റെ അരികിലേക്ക് പോയി. കൂട് തുറന്നു വിട്ടതും ഒരു ശബ്ദത്തോടുകൂടി തന്നെ എല്ലാ കോഴികളും പുറത്തേക്ക് ചാടി. 200ഓളം കോഴികളുണ്ട് അവൾക്ക്. ഓടുമേഞ്ഞ കോഴിക്കൂടിന്റെ മുകളിലായി വെച്ചിരുന്ന ഒരു കുട്ടയെടുത്ത് കോഴിക്കൂടിനകത്ത് നിന്ന് മുട്ടകൾ പെറുക്കി ശ്രദ്ധയോടെ അതിലേക്ക് വെച്ചു. പിന്നാമ്പുറത്ത് അടുക്കളയുടെ വാതിൽ തുറന്ന് അതിനെ കുഞ്ഞടുക്കളയിലേക്ക് കൊണ്ടുവച്ച ശേഷം നേരെ വീണ്ടും പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി. നേരെ വൈക്കോൽ കൂണിന്റെ അടുത്തേക്ക് പോയി അവിടുന്ന് കുറച്ച് വൈക്കോൽ കയ്യിലെടുത്തുകൊണ്ട് വന്ന് തൊഴുത്തിലെ പശുക്കൾക്കായി ഇട്ടുകൊടുത്തു. അഴിഞ്ഞു കിടന്ന മുടിയൊന്ന് വാരിച്ചുറ്റി കെട്ടിവെച്ച് പാവാട തുമ്പൽപ്പം എടുത്ത് ഇടുപ്പിൽ തിരികെ. അപ്പോഴേക്കും പാൽപാത്രം കൊണ്ട് 3-4 സ്ത്രീകൾ അവിടേക്ക് വന്നിരുന്നു. രാവിലെ തന്നെ തുടങ്ങിയ മീനൂട്ടിയെ. തുടങ്ങാതെ പിന്നെ ഞാൻ ഒരു ദിവസം കിടപ്പിലായി പോയാ ഇവറ്റകളെല്ലാം പട്ടിണിയാ. അറ്റാക്ക് വന്നതിന് ശേഷം അച്ഛനിപ്പോ ഇവരുടെ കാര്യങ്ങളും നോക്കാൻ പറ്റാതായില്ലേ. വൈക്കോൽ കൂനിയുടെ അടുത്തേക്ക് പോയി വീണ്ടും കുറച്ച് വൈക്കോൽ എടുത്തുകൊണ്ടുവന്ന് പശുക്കൾക്ക് ഇട്ടുകൊടുത്തോണ്ടാണ് മീനാക്ഷി പറഞ്ഞത്. എന്നാലും രാഘവേട്ട എപ്പോഴും ജോലിക്ക് പോകുന്നുണ്ടല്ലോ. ഞാനും കിച്ചൂടിനാവുന്നത്ര പറഞ്ഞ ശാന്തേച്ചി. എന്ത് ചെയ്യാനാ, വീട്ടിലിരിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് പോവല്ലേ. കമ്പിക്കടയിൽ കണക്കെഴുത്ത് തന്നെയാ. അവിടെ വലിയ ജോലിയൊന്നുമില്ലെന്നൊക്കെയാ ചോദിക്കാൻ പറയുന്നത്. പക്ഷെ വരുമ്പോ നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. കിച്ചൂട്ട് 8ാം ക്ലാസ്സിലായില്ലേ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പഠനത്തിലൊക്കെ നല്ല പൈസയാ. അതൊക്കെ ആലോചിച്ചിട്ടാവും രാഘവേട്ടൻ ജോലിക്ക് പോണ്. നിനക്കൊരു കൈ സഹായം അത്രയേ ചിന്തിച്ചിട്ടുള്ളൂ തോന്നുന്നു. ആ അതൊക്കെ കൊണ്ടാ ഞാനും പിന്നെ അച്ഛനെ നിർബന്ധിക്കാത്ത. കിച്ചൂട്ടനെ പഠിപ്പിച്ചൊരു ഡോക്ടറാക്കണമെന്നാ അച്ഛൻ്റെ എൻ്റെ ആഗ്രഹം. എന്നിട്ട് എവിടെ കിച്ചൂട്ടൻ? സമയം 7ആയില്ലേ, ഇതുവരെ എണീറ്റില്ല അവൻ. ഇല്ലല്ലേ ചേച്ചി, രാവിലെ എണീക്കാൻ വലിയ മടിയ സെക്കൻഡ്. ഇനി ഈ പാലെല്ലാം എടുത്തു തന്നിട്ട് വേണം എനിക്ക് അവനൊന്ന് കുത്തി എഴുന്നേൽപ്പിക്കാൻ. പറഞ്ഞുകൊണ്ട് തന്നെ പിന്നാമ്പുറത്തെ വാതിൽ വീണ്ടും തുറന്ന് കുഞ്ഞടുക്കളയിലേക്ക് കയറി. അവിടെ ഒരു പാത്രത്തിലെ അടച്ചു വെച്ചിരുന്ന പാല് തുറന്ന് കപ്പെടുത്ത് അളന്ന് ഓരോരുത്തരുടെയും പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു. അല്പനേരത്തെ കുശലാന്വേഷണങ്ങൾക്ക് ശേഷം ആ സ്ത്രീകൾ പിരിഞ്ഞുപോയതും വേഗത്തിൽ തന്നെ മീനാക്ഷി അകത്തേക്ക് കയറി. വർക്ക് ഏരിയ കഴിഞ്ഞ് ആദ്യം കാണുന്ന ഒരു കൊച്ചു അടുക്കളയാണ്. അതാണ് ആ വീടിന്റെ മെയിൻ അടുക്കള. പഴയ മോഡലുള്ള ഒരു ഗ്യാസ് സ്റ്റൗവും തൊട്ടടുത്ത ഷെൽഫിലായി പലതരം പൊടികളൊക്കെ വെച്ച് വൃത്തിയായി തന്നെ സൂക്ഷിച്ചിരിക്കുന്ന അടുക്കള കഴിഞ്ഞ് എത്തുന്ന ഒരു ഹാളിലാണ്. ഹാളിന്റെ ഒരു വശത്തായി തന്നെ 4 പേർക്ക് ഇരിക്കാൻ കണക്കാക്കി ഒരു ഡൈനിങ് ടേബിളും ചെയറുകളുമുണ്ട്. അതിൽ നിന്ന് കുറച്ച് മാറി പഴയ മോഡലുള്ള തടിയിൽ ഒരു സെറ്റ് സോഫ ഇട്ടിരിക്കുന്നു. മൊസൈക്ക് തറയാണെങ്കിലും നല്ല വൃത്തിയായി അടുക്കും ചിട്ടയോടും കൂടി തന്നെ ആ വീട് സൂക്ഷിച്ചിട്ടുണ്ട്. മീനാക്ഷി നേരെ കയറിയത് ഒരു ബെഡ്റൂമിലേക്കാണ്. വാതിൽ കടന്ന് ആദ്യം കാണുന്ന ഒരു ജനലിനരികത്തായിട്ടിരിക്കുന്ന ഒരു മേശയാണ്. മേശപ്പുറത്ത് അത്യാവശ്യം കുറച്ച് ബുക്കും ഒരു സ്കൂൾ ബാഗും വെച്ചിരിക്കുന്നു. പിന്നെ ഒരു കസേരയും. ഇടുങ്ങിയ ആ മുറിയുടെ ഒരു സൈഡിലായി തന്നെ ബാത്റൂമും അതിന്റെ തൊട്ടടുത്തായി ഒരു ഡ്രസ്സിംഗ് സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. ബാത്റൂമിന്റെ ചുമരിന്റെ തൊട്ടടുത്തായി തന്നെ ചുമരിൽ ചെറിയൊരു കണ്ണാടിയും അതിനടുത്തായിട്ടുള്ള സ്റ്റാൻഡിൽ ചീപ്പും ഒരു കുഞ്ഞ് ടിൻ പൗഡറും വെച്ചിരിക്കുന്നു. ഒരു ചുമരിനോട് ചേർത്ത് ഒരു സിംഗിൾ കട്ടിലും മറ്റൊരു ചുമരിനോട് ചേർത്ത് മറ്റൊരു സിംഗിൾ കട്ടിലും ഇട്ടിട്ടുണ്ട്. അതിലൊന്നിലായി തലവഴിയെ മൂടി പുതച്ച് കിടന്നുറങ്ങിയാണ് കിച്ചു. സമയം 7 ചക്കിന് ഇതുവരെ എണീക്കാൻ സമയമായില്ല. പറഞ്ഞുകൊണ്ട് തന്നെ റൂമിലിട്ടിരിക്കുന്ന ഫാനിന്റെ സ്വിച്ച് ഓഫ് ചെയ്തു. മേശയുടെ അടുത്തായി വന്നിന്ന് കൈയെത്തിച്ച് തന്നെ തടിയിലെ പാളിലുള്ള ജനാല തുറന്നിട്ടു. ശേഷം കിച്ചു മൂടിയിരുന്ന പുതപ്പിനെ വലിച്ചു മാറ്റി. ഉറക്കച്ചുവയോടുകൂടി തന്നെ അവൻ ബെഡിലായി എണീറ്റിരുന്നു. എന്താ ചേച്ചി ഇത്, മര്യാദക്കൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ലേ? കണ്ണുകൾ തിരുമ്മിക്കൊണ്ടാണ് കണ്ണ് തുറക്കാതെയുള്ള അവന്റെ ചോദ്യം. അത് കേട്ടതും ഇരുടുപ്പിലും കൈകുത്തി അവനെ നോക്കിയിരുന്നു മീനാക്ഷി. സമയം 7 കഴിഞ്ഞു, നിനക്ക് 9 മണിക്ക് സ്കൂളിൽ പോകണ്ടേ? പെട്ടെന്ന് എണീറ്റ് പല്ലി വെച്ച് കുളിച്ച് റെഡിയാകാൻ നോക്ക്. ഞാൻ ഡ്രസ്സ് തേച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് കൂടി ചേച്ചി പ്ലീസ്. ഡാ ചെക്ക, ഇനി കിടക്കാണ് നിന്റെ പ്ലാനെങ്കിലേ ഞാൻ തലക്കൂടി വെള്ളമൊഴിക്കും, പറഞ്ഞേക്കാം. ഓ വേണ്ട, ഞാൻ അത് എണീറ്റു. പറഞ്ഞുകൊണ്ട് തന്നെ ചിന്നിങ്ങലോടെ അവൻ ബെഡിൽ നിന്ന് എണീറ്റ് റൂമിന്റെ ഒരു വശത്തായുള്ള ബാത്റൂമിലേക്ക് പോയി. പോകുന്ന വഴി ഡ്രസ്സിംഗ് സ്റ്റാൻഡിൽ നിന്ന് ഒരു തോർത്തും എടുത്തു.
അവൻ മൂടിയിരുന്ന ബെഡ്ഷീറ്റ് കട്ടിലിന്റെ ഒരു വശത്തായി മടക്കിയിട്ട് റൂമിന്റെ ഒരു വശത്തായി തന്നെയുള്ള കുഞ്ഞ് അലമാര തുറന്നു. അതിൽ നിന്ന് അവന്റെ യൂണിഫോമായ വെള്ള ഷർട്ട് നീല പാന്റും എടുത്ത് തേക്കാനായി പുറത്തേക്ക് പോയി മീനാക്ഷി. ഹാളിന്റെ ഒരു വശത്തായി തന്നെയുള്ള കുഞ്ഞ് മേശയുടെ പുറത്ത് ഇസ്തിരിപ്പെട്ടിയുമായി വന്ന് അവിടെ തന്നെ വെച്ച് തുണി തേച്ചു. തുണി തേക്കുമ്പോഴേക്കും കേട്ടു പൂജാമുറിയിൽ നിന്ന് മണിയടി ശബ്ദം വരുന്നു. അതിൽ നിന്നും അച്ഛൻ പ്രാർത്ഥന തുടങ്ങിയെന്ന് മനസ്സിലാക്കിയതും വേഗത്തിൽ തന്നെ തുണി തേച്ച് തിരികെ റൂമിൽ കിച്ചുവിന്റെ ബെഡിൽ കൊണ്ടുപോയി വെച്ചു. ധൃതി പിടിച്ച് അടുക്കളയിലേക്ക് പോയി ചായക്കുള്ള വെള്ളം വെച്ചു. ഇഡ്ഡലിയും സാമ്പാറും ചോറും കറികളെല്ലാം അതിരാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അതിനെയെല്ലാം രണ്ടുപേർക്കും കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സിലാക്കി വെച്ചു. ചായ തിളപ്പിച്ച് കപ്പിലേക്ക് പകർത്തി മാറ്റുമ്പോഴേ കേട്ടു മോളെ എന്നുള്ള നീട്ടിയുള്ള വിളി. ദേ വരുന്നച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് ചായയുമായി അവൾ പുറത്തേക്ക് പോയി. കടയിലേക്ക് പോകാൻ തയ്യാറായി ഒരുങ്ങിയിരിപ്പുണ്ടായത് രാഘവൻ. മുണ്ടും ഷർട്ടുമാണ് അയാളുടെ വേഷം. നെറ്റിയിൽ നീളത്തിലുള്ള ഒരു ചന്ദനക്കുറി. അപ്പോഴേക്ക് യൂണിഫോം എല്ലാം ഇട്ട് റെഡിയായി കിച്ചുവും വന്നിരുന്നു. അടുക്കളയിലേക്ക് വീണ്ടും പോയി പ്ലേറ്റിൽ ഇഡ്ഡലിയും സാമ്പാർ എടുത്തുകൊണ്ടുവന്ന് കിച്ചുവിന് രാഘവനുമായി കൊടുത്തു. ഒപ്പം നേരത്തെ കപ്പിൽ പകർത്തിക്കൊണ്ടുവന്ന ചായയും രണ്ടുപേർക്കുമായി വെച്ചു കൊടുത്തു. അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ അവരുടെ രണ്ടുപേരുടെയും ബാഗിൽ ചോറ്റുപാത്രവും വെള്ളവുമെല്ലാം എടുത്തു വെച്ചു. നീ കഴിക്കുന്നില്ലേ മീനു? രണ്ടുപേരുടെയും ബാഗിൽ ചോറ്റുപാത്രവും വെള്ളവും വെക്കുന്ന മീനാക്ഷിയുടെ രാഘവൻ ചോദിച്ചു. ഇല്ല അച്ഛാ, നമ്മുടെ പിന്നാമ്പുറത്ത് കുറച്ച് കപ്പയും ചെയ്യുമ്പോൾ നട്ടിരുന്നില്ലേ? ഇന്നലെ അതിനെ പിഴുതി ചാക്കിൽ കെട്ടിവെച്ചിട്ടുണ്ട് ഞാൻ. ഇന്ന് വറീതന്റെ കടയിൽ കൊണ്ടുപോയി വിൽക്കണം അതിനെ, എന്നിട്ട് ഞാൻ കഴിച്ചോളാം. കിച്ചുവിന്റെ പ്ലേറ്റിലേക്ക് ഒരു ഇഡ്ഡലി കൂടി എടുത്തു വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. മതി മതി ചേച്ചി, ഞാൻ കഴിക്കില്ല കേട്ടോ. കഴിച്ചില്ലെങ്കിൽ ഒറ്റ കുത്തിയിടും ചെക്ക. ഈ പരിപ്പും പച്ചക്കറികളൊന്നും എനിക്ക് ചുമ്മാ കിട്ടുന്നല്ല. മര്യാദയ്ക്ക് എല്ലായിടത്ത് കഴിച്ചോ. ഈ ചേച്ചിയെ മീനാക്ഷി എന്നല്ല പിശുക്കിപ്പാറെന്ന് വിളിക്കേണ്ട അച്ഛാ. പരാതി പോലെ കിച്ചു പറയുന്ന കേട്ട് രാഘവനൊന്ന് ചിരിച്ചു. രാഘവൻ കടയിലേക്ക് പോയി അല്പം കഴിഞ്ഞതും കിച്ചുവും മീനാക്ഷിയും വീടും പൂട്ടി ഇറങ്ങി. വഴിയിലൂടെ വലിയൊരു ചാക്കേട്ടും പിടിച്ചാണ് മീനാക്ഷിയുടെ നടപ്പ്. കിച്ചുകൂടെ സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഉടുപ്പൊക്കെ ചീത്തയാവുമെന്ന് പറഞ്ഞ് അവൾ നിരസിച്ചു. സ്കൂളിലേക്ക് പോകുന്ന വഴി എത്തിയതും കിച്ചു അങ്ങോട്ടേക്ക് പോയി. പോകുന്നതിന് മുമ്പ് ചേച്ചിയുടെ കവളിൽ ഒരു ഉമ്മയും കൊടുത്തിട്ടാണ് പോയത്. വഴിയരികിൽ അവനെയും കാത്ത അവന്റെ കൂട്ടുകാരൻ സഞ്ജു നിൽപ്പുണ്ടായിരുന്നു. സഞ്ജുവും കിച്ചുവും പോകുന്നു ഒരു നിമിഷം നോക്കിയെന്ന ശേഷം ചാക്കിട്ടുമെടുത്ത് മീനാക്ഷി കായൽക്കരയിലൂടെ വറീദിന്റെ കട ലക്ഷ്യമാക്കി നടന്നു. തിരക്കുള്ള ബാംഗ്ലൂർ നഗരത്തിലുള്ള ഒരു ഫ്ളാറ്റ്. അതിന്റെ ബെഡ്റൂമിലെ ബാൽക്കണിയിൽ ട്രെയിനിങ്ങിൽ പിടിച്ച് അവൻ പുറത്തേക്ക് നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഒരു ട്രാക്ക് പാന്റ് മാത്രമാണ് അവന്റെ വേഷം. ഷർട്ടില്ലാതെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ മസിൽസ് എല്ലാം വ്യക്തമായി കാണാം. അതിസുന്ദരനായ അവന്റെ മുഖത്ത് ഭംഗി കൂട്ടുന്ന പോലെ കോലം മുടിയിഴകൾ നെറ്റിയിലായി വീണ് കിടക്കുന്നു. നിറഞ്ഞ മിഴികളോടെയാണ് പുറത്തേക്ക് നോക്കി നിൽക്കുന്നത്. തൂവെള്ള ബെഡ്ഷീറ്റ് കൊണ്ട് മാത്രം നഗ്നമായ ശരീരം ചുറ്റി ഒരു പെൺകുട്ടി അവനടുത്തേക്ക് നടന്നു വന്നു. അതിസുന്ദരിയായ അവൾ അവനെ പിന്നിലൂടെ മുറുകെ കെട്ടിപ്പിടിച്ചു. ഐ ആം സോറി. പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞതും അവളെ വലിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി ഇടുപ്പിലൂടെ ഒന്ന് കൈ ചുറ്റി തന്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി. അവന്റെ ശരീരത്തിൽ ചേർന്ന് ഒരു കൈ അവന്റെ നഗ്നമായ നെഞ്ചിലും മറുകൈ ശരീരത്തെ ചുറ്റിയിരിക്കുന്ന പുതപ്പിലും പിടിച്ചവൾ. സോറി ഫോർ വാട്ട്? വശ്യമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ ചുണ്ടുകൾ ലക്ഷ്യമാക്കി മുഖം താന്നു വന്നതും അവൾ ഇരുകണ്ണുകളും കൂമ്പിയടഞ്ഞു. കടിറ്റ്! പെട്ടെന്നൊരു ശബ്ദം കേട്ടതും അവൻ അവളുടെ ഇടുപ്പിൽ നിന്ന് പിടിവിട്ട് ഒന്നകന്നു മാറി. ഉടൻ തന്നെ ഒരു സ്ത്രീ അവിടേക്ക് വന്ന് അവളുടെ ശരീരം ഒരു കോട്ട് കൊണ്ട് കവർ ചെയ്തു. അതിനടുത്തേക്ക് രണ്ടുപേരും ഓടി വന്ന് അവന്റെ ശരീരത്തിൽ ഒരു ടവൽ കൊണ്ട് മൂടി. മറ്റൊരാൾ മുടിയൊന്ന് ശരിയാക്കി കൊടുത്തു. വെൽ ഡൺ സിധു സർ, ഒറ്റ ഷോട്ട് തന്നെ സീൻ ഓക്കെയാണ്. വെരി ഗുഡ് ചാർമി, യു ഓൾസോ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. തലയിൽ നിന്ന് തൊപ്പിയൂരി മാറ്റിക്കൊണ്ട് ഡയറക്ടർ പറഞ്ഞു. താങ്ക് യു സർ, ആ പെൺകുട്ടി പറഞ്ഞു. സിദ്ധു ഒന്നും തന്നെ മിണ്ടാതെ ഡയറക്ടർ അടുത്തേക്ക് വന്നു. ക്യാമറാമാൻ അസിസ്റ്റന്റ് ഉൾപ്പെടെ 30ഓളം പേര് ആ ഫ്ലാറ്റിലുണ്ടായിരുന്നു. ഇവിടുത്തെ സീൻ കഴിഞ്ഞില്ലേ? ഗൗരവ ഒട്ടും കുറയാതെ തന്നെ സിദ്ധു ചോദിച്ചു. കഴിഞ്ഞു സർ, ഇനി ഔട്ട്ഡോറാണ്. അത് കഴിഞ്ഞ് നാളെ നമ്മൾ ആലപ്പുഴക്ക് പോവാണ്. അവിടുത്തെ ഗരുഡാഗരിയിലാണ് ഒരു പാട്ടിന്റെ 3 സീൻ എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാനെല്ലാം വിശദമായിട്ട് സാറിന്റെ അസിസ്റ്റന്റ് പിള്ളച്ചേരോട് പറഞ്ഞിരുന്നു. ആ, ഞാൻ മറന്നു. എപ്പോഴാണ് ഫ്ലൈറ്റ്? നാളെ രാവിലെയാണ് സാർ. പിള്ളച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പ്രൈവറ്റ് ജെറ്റാണ്. 2 ദിവസമാണ് അവിടെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞാലോടെ ഹൈദരാബാദ് പോകും. ദാറ്റ്സ് യുവർ ചോയ്സ്. പക്ഷെ അറിയാലോ, 10 ഡേയ്സ് കൂടി എൻ്റെ ഡേറ്റ് ഉള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ ഷൂട്ട് ചെയ്ത് തീർക്കുന്നില്ലാത്തൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തം. 10 ഡേയ്സ് കഴിഞ്ഞാൽ ഞാൻ പോകും, പറഞ്ഞേക്കാം. ഇല്ല സർ, അതിനുള്ളിൽ തന്നെ തീരും, ഡയറക്ടർ പറഞ്ഞു. അപ്പോഴേക്കും പാൻസും ഷർട്ടും ധരിച്ച മധ്യവയസ്കനവരാണ് അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. കയ്യിലൊരു ഫോണും ഉണ്ടായിരുന്നു. സർ, ഒരു കോളുണ്ട്. ആരായാലും ഇപ്പോൾ പറ്റില്ല, പിള്ളച്ചേട്ടൻ അറ്റൻഡ് ചെയ്യുന്നാൽ മതി. എൻ്റെ ഫോൺ എവിടെ? അവൻ ചോദിച്ചു. അയാൾ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് മറ്റൊരു ഫോൺ എടുത്ത് അവന്റെ നേർക്ക് നീട്ടി. ഫോൺ വാങ്ങി ആരെയും മൈൻഡ് ചെയ്യാതെ അല്പൊന്ന് മുന്നിലേക്ക് കടന്നു. പിള്ള അവന്റെ മുമ്പിലായി കയറി നിന്നു. സംശയഭാവത്തിൽ ഫോണിൽ നിന്ന് മിഴികൾ മാറി അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. വീട്ടിൽ നിന്ന് സൂസനാണ് സർ, അമ്മ. പതിഞ്ഞ സ്വരത്തിൽ അയാൾ പറഞ്ഞു. ബാക്കി ഊഹിച്ച പോലെ ഒരു നിമിഷം നിന്നു. ആ, ക്യാരവാനിലേക്ക് വരും. ഇവിടെ 2 hours കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാമെന്ന് ഇൻഫോം ചെയ്തേക്ക്. അതും പറഞ്ഞുകൊണ്ട് തന്നെ ധൃതി പിടിച്ച് അവൻ മുന്നിലേക്ക് പോകുമ്പോൾ കുറച്ചധികം പേര് അവന്റെ സുരക്ഷയ്ക്കെന്നോണം കൂടെ പോയി.
2 മണിക്കൂർ കഴിഞ്ഞ് സിദ്ധു ഷൂട്ടിങ്ങിൽ ജോയിൻ ചെയ്യുന്നു പറഞ്ഞിട്ട് പിള്ളയും അവൻ പോയ വഴിയെ ഓടി. പിള്ള ചേട്ടാ, ഇതിപ്പോ മണിക്കൂർ 4 കഴിഞ്ഞു. സിദ്ധു സാർ ഇതുവരെ ഷൂട്ടിന് വന്നിട്ടില്ല. അത്യാവശ്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ഫൈറ്റ് സീൻ ഇന്ന് സെറ്റിട്ട് വെച്ചിരിക്കുന്ന ചേട്ടൻ അറിയില്ലേ? ലക്ഷങ്ങൾ ചെലവാക്കിയ സെറ്റിട്ട് തന്നെ ഇന്ന് രാത്രി മുമ്പ് സെറ്റ് പൊളിച്ചു മാറ്റാൻ ഹോട്ടൽക്കാരുടെ ഡേറ്റ് ഉണ്ട്. അത് മാത്രമല്ല, ഇനി 10 ദിവസം കൂടിയേ സാറ് ഡേറ്റ് ഉള്ളൂ. ഇന്ന് ആ ഫൈറ്റ് സീന് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നാളെ ഗരുഡായിരിക്കും പോകാൻ തന്നെ. പ്രൊഡക്ഷൻ കൺട്രോൾ സുനിൽ ആദ്യയോടെ പിള്ളയോട് പറയുമ്പോൾ അതെല്ലാം കേട്ടുന്നയാൾ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ സുനിലെ? ഞാൻ സിദ്ധു സാറിനെ പോയി വിളിക്കാനായിട്ടാണ്. സാറിന്റെ സ്വഭാവം നല്ലപോലെ സുനിലിനെ അറിയാലോ. എനിക്കറിയാം പിള്ള ചേട്ടാ, എനിക്കറിയാം. ഇന്ന് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന യുവതനാണ് സിദ്ധു സാർ. കോടികൾ സാറിന് പ്രതിഫലം കൊടുത്ത പ്രൊഡ്യൂസർ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ഫൈറ്റ് സീന് സെറ്റിട്ട് ഇന്നത്തെ ഷൂട്ട് മുടങ്ങിയ പിള്ള ചേട്ടൻ സാറിനോട് പോയിട്ടൊന്ന് സംസാരിക്കേ. സിദ്ധു സാറിന് ഷൂട്ട് വന്നില്ലെങ്കിൽ എൻ്റെ പണി പോകും. പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടെ എന്നെ കൊല്ലാതെ കൊല്ലും. ഭാര്യയും മക്കളും അമ്മയൊക്കെ എന്നെ പ്രതീക്ഷ സാറ് ജീവിക്കുന്നു. പ്ലീസ് ചേട്ടൻ സാറിനോട് സംസാരിക്കേ. ഞാൻ പറഞ്ഞാൽ സിദ്ധു സാർ കേൾക്കില്ല സുനിലെ. നീ ഡയറക്ടർ ഒന്ന് വന്ന് സംസാരിക്കാൻ പറ. എന്റെ പിള്ള ചേട്ടാ, ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ സാറിനെ കാണാൻ ശ്രമിക്കാനായിട്ടാണോ? സാറിന് ക്യാരവാനില്ല, ആരെയും കാണാൻ അനുമതി കൊടുത്തിട്ടില്ല. ഇനി പിള്ളച്ചേട്ടൻ വിചാരിച്ചാൽ മാത്രമേ വല്ലതും ചെയ്യാൻ പറ്റൂ. ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്ന ഒരുപാട് ആളുകൾ രാപ്പകലിൽ അതിന് പിന്നിൽ പണി ചെയ്തിട്ട നടനും നടി ഉൾപ്പെട്ട മുൻപതിൽ നിൽക്കുന്നവർ മാത്രമേ ജനം കാണുന്നുള്ളൂ. പക്ഷെ അതിന്റെ പിന്നിൽ എത്ര പേര് പ്രവർത്തിക്കുന്നത് ചേട്ടൻ അറിയാലോ. എത്ര കുടുംബങ്ങളാ അതുവഴി ജീവിക്കുന്നതെന്ന് ചേട്ടൻ അറിയില്ലേ? അറിയാൻ സുനിലെ, പക്ഷെ സിദ്ധു സാറിനോട് എങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിച്ചേ പറ്റൂ. പ്ലീസ് പിള്ളച്ചേട്ടൻ, ഞാൻ ചേട്ടൻ കാല് പിടിക്കാം. അതും പറഞ്ഞ പിള്ളയുടെ കാലിലേക്ക് വീഴാൻ പോയ സുനിലിനെ തടഞ്ഞു അയാൾ. വേണ്ട സുനിലെ, ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാ പോരേട്ടാ, സമ്മതിച്ചേ പറ്റൂ. പിന്നിൽ നിന്ന് സുനിൽ വിളിച്ചു പറയുമ്പോൾ അയാളെ നോക്കിയ ശേഷം നടന്നുപോയി പിള്ള. സെക്യൂരിറ്റി ജീവനക്കാർ കാരവാന്റെ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. പിള്ള നേരെ കാരവാന്റെ വാതിലിനടുത്തേക്ക് പോയപ്പോൾ വാതിലിനടുത്ത് നിന്ന് ആൾ തടഞ്ഞു. എന്താടോ, എന്നെയും തടയാൻ മാത്രം വളർന്നോ താൻ? ദേഷ്യത്തോടെ പിള്ള ചോദിച്ചു. അങ്ങനെയല്ല സാർ, സിദ്ധു സാർ ആരെയും അകത്തേക്ക് അയറ്റിവിടുന്നാ പറഞ്ഞു. ആ ആരിൽ ഒരിക്കലും ഈ അരവിന്ദമുള്ള പിടിയിലിടൂ. കൂടുതൽ വിളച്ചിലെടുത്താലേ ഇങ്ങനെ നെഞ്ചു വിരിച്ചെങ്കുന്ന തന്റെ ജോലി പോവും. മാറിക്കടോ. അയാളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ പിള്ള കാരവാന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഒരു 7 സ്റ്റാർ ഹോട്ടൽ റൂമിനെ വെല്ലുന്ന രീതിയിലുള്ള കാരവാൻ. ഹാളും അതിൽ സോഫയും ടിവിയും ഫ്രിഡ്ജും എന്തിനേറെ മസാജിങ് ചെയർ ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. ഒരു വശത്തായി മോഡുലാർ രീതിയിലുള്ള മിനി കിച്ചൺ ഉൾപ്പെടെ. ആ ഹാളിൽ ചുറ്റുമൊന്ന് കണ്ണോടിച്ചിൽ നിന്ന് സിദ്ധു അകത്തെ ബെഡ്റൂമിലാണെന്ന് പിള്ളക്ക് മനസ്സിലായി. ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അയാൾ റൂം ലക്ഷ്യമാക്കി നടന്നു. ഡോർ ഹാൻഡിലിന്റെ മുമ്പിൽ ഒരു നിമിഷം തുറക്കണോ വേണ്ടയോ എന്ന് സംശയിച്ചു നിന്നു. ശേഷം 2 കൽപ്പിച്ച് തന്നെ വാതിലിന്റെ ഹാൻഡിൽ പിടിച്ച് തിരിച്ച് തുറന്നു. വിശാലമായ കാരവാന്റെ അകത്തുള്ള ബെഡ്റൂമിലെ ബെഡിലാണ് അയാളുടെ മിഴികൾ പോയത്. പക്ഷെ അവിടെ ശൂന്യമായത് കണ്ടുകൊണ്ട് തന്നെ ഓപ്പോസിറ്റുള്ള സി ഷേപ്പ് സോഫ സെറ്റ് ചെയ്തിരിക്കുന്നിടത്തേക്ക് നോക്കി. കാൽമുട്ടിൽ കൈമുട്ടുകൾ കുത്തി തലതാങ്ങി കുനിഞ്ഞിരിക്കുന്ന സിദ്ധുവിനെ കണ്ടപ്പോൾ മനസ്സിലായി അവൻ വല്ലാതെ അസ്വസ്ഥനാണെന്ന്. ഒരു നിമിഷം വാതിലിനടുത്ത് നിന്ന് ആ കാഴ്ച നോക്കിയതിനു ശേഷം അവിടേക്ക് നടന്നവന്റെ മുമ്പിലായി പോയി നിന്നു. സിദ്ധു സാർ? പതിഞ്ഞ സ്വരത്തിൽ അയാൾ വിളിച്ചത് മുഖമുയർത്തി നോക്കി. കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോഴേ മനസ്സിലായി നേരത്തെ വന്ന ഫോൺ കോളിൽ അവൻ വല്ലാതെ അസ്വസ്ഥനാണെന്ന്. ഇതുവരെ അതിൽ നിന്ന് മോചിതനായിട്ടില്ലെന്നും. വാട്ട്? ഗൗരവം ഒട്ടും കുറയാത്ത രീതിയിൽ തന്നെ അവൻ ചോദിച്ചപ്പോൾ അയാളൊന്ന് പതറി. എന്നാലും ആ പതർച്ച മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കി. സർ, 2 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടിപ്പോ 4. സ്റ്റോപ്പ് ഇറ്റ്! അതീവ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് എന്നെ ചാടി എണീറ്റു. എനിക്ക് പറ്റില്ല, ഐ കാൺട്ട്. ചെന്ന് പറഞ്ഞേക്ക് ആരോട് വേണേലും സിദ്ധാർത്ഥ് വരില്ലെന്ന്. അതല്ല സർ, ലക്ഷങ്ങൾ ചിലവാക്കിയ ആ ഫൈറ്റ് സീനിന്റെ സെറ്റ് ഇട്ടിരിക്കുന്നു. ഇന്ന് ഷൂട്ട് നടന്നാലില്ലെങ്കിലും രാത്രി അത് പൊളിച്ചു മാറ്റണമെന്നാണ് ഹോട്ടലുകാർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, തായ്ലൻഡിൽ ഷൂട്ടിലിരുന്ന ഫൈറ്റ് മാസ്റ്റർ വരെ ഈ സീൻ എടുക്കാൻ വേണ്ടിയാ ഇവിടെ വന്നു പോലും. അങ്ങനെയുള്ളപ്പോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറ്റില്ലെന്ന്. അഭിനയിക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ മൈൻഡ് ഡിസ്റ്റർബാ. അത് മറച്ചു വെച്ച് എല്ലാവർക്കും മുമ്പിൽ ഇന്ന് അഭിനയിക്കാൻ കഴിയില്ല സിദ്ധാർത്ഥിന്. ഇന്നത്തെ ഷൂട്ടിങ്ങിന് വേണ്ടുന്ന സെറ്റ് ഇട്ട് എന്റെ കാശല്ലേ എല്ലാവരുടെയും പ്രശ്നം. എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് തന്നെ അതിന് വേണ്ട തുക വരുന്ന ചെക്ക് എടുത്തോളൂ. അതിന് എത്ര കോടികളായാലും നെവർ മൈൻഡ്. സിനിമയിലെങ്കിലും സിദ്ധാർത്ഥിന് ജീവിക്കാൻ കഴിയും. അറിയാം, എനിക്കറിയാം സാർ. ബിസിനസ്സുകാരനായ വാസ്തവ മേനോന്റെ മകന് സിനിമയില്ലാതെയും ജീവിക്കാൻ കഴിയുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പൊ ചെയ്യുന്ന ഈ ജോലിയോട് അതിനോടൊരു ഉത്തരവാദിത്തം ഇല്ലേ സാർ? സാർ ഇന്ന് ഷൂട്ടിന് വന്നില്ലെങ്കിൽ ഈ സീൻ എടുക്കാൻ കഴിയില്ല. 10 ദിവസം കൂടി കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന സാറിന്റെ ഡേറ്റ് തീരും. ഇന്ന് ഈ സീൻ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ സിനിമ തിയേറ്ററിലെത്തിക്കാൻ കഴിയും. പ്രൊഡ്യൂസർ ഉൾപ്പെടെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ മാത്രമല്ല, അവരുടെ കുടുംബങ്ങളെ അത് ബാധിക്കില്ലേ? ഒരു കുടുംബത്തിന്റെ വില അതെത്ര വലുതാണെന്ന് സാറിന് ഞാൻ പറഞ്ഞു തരേണ്ടില്ലല്ലോ. പെട്ടെന്ന് പിള്ള പറയുമ്പോൾ സിദ്ധു ഒരു ഞെട്ടിലൂടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. സാറിന്റെ ചെറുപ്പം മുതൽ ഞാൻ കൂടിയതാ വാസുദേവ സാറിന്റെ കൂടെ. സിനിമ എന്ന ഇൻഡസ്ട്രി സ്വപ്നം നടക്കുന്ന ആണും പെണ്ണുമായ ഒത്തിരി അധികം പേരുണ്ട് നമ്മുടെ ഈ ലോകത്ത്. അങ്ങനെയുള്ളപ്പോൾ
അവിചാരിതമായ ഒരു ടൈം പാസ് എന്നോണം പഠിച്ചുകൊണ്ടിരുന്ന പ്രായത്തിൽ വാസുദേവൻ സാറിന്റെ കൂട്ടുകാരൻ നിർമ്മിച്ച ഒരു ആൽബം സോങ്ങിൽ അഭിനയിക്കാൻ സാറിനെ വിളിച്ചപ്പോൾ സാറിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ വാസുദേവൻ സാർ എന്താ പറഞ്ഞു? സത്യം പറഞ്ഞ വാസുദേവൻ സാറിന്റെ നിർബന്ധത്തിലല്ലേ സാർ അഭിനയ രംഗത്തേക്ക് എത്തിയത് പോലും. പക്ഷേ മകന്റെ ഉയർച്ച അത് കാണാൻ ഭാഗ്യമില്ലാതെ സാറ് പോയി. ഇന്നിപ്പോൾ കേരളമൊന്നല്ല, ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന നടനാണ് സാർ. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന യുവനടൻ. ചെറുപ്രായത്തിൽ തന്നെ ഇത്രയധികം ഉയരങ്ങളിൽ എത്താൻ കഴിഞ്ഞ് സാറിന്റെ ഡെഡിക്കേഷൻ ലെവൽ കൊണ്ട് മാത്രമല്ല, ഭാഗ്യം കൊണ്ട് കൂടിയാ. അതെ സാർ, അറിയപ്പെടുന്ന നടന്മാരെക്കാളും അറിയപ്പെടാതെ പോകുന്നവരാണ് സിനിമ ഇൻഡസ്ട്രിയിൽ അധികവും. അതിൽ സാറിന്റെ കാര്യം ഓരോ സിനിമയെ ആരാധകർ നെഞ്ചിലേറ്റുന്നില്ലേ? ഇത്ര ചെറുപ്രായത്തിൽ തന്നെ സൂപ്പർ സ്റ്റാർ പദവിയിൽ എത്താൻ കഴിഞ്ഞില്ലേ? അതിൽ നിന്നൊക്കെ ഓടി വിളിക്കുന്നത് ശരിയാണോ സാർ? സിനിമാ മോഹം മാത്രം നെഞ്ചിലേറ്റി നടക്കുന്ന ഒത്തിരി പേരുള്ള ഈ ലോകത്ത് ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടിയ തട്ടിത്തെറിപ്പിക്കുന്നത് ശരിയാണോ? വാസുദേവൻ സാറിന്റെ ആത്മാവത് കണ്ട് കരയില്ലേ സാർ? മകന്റെ ഉയർച്ചയും ഓരോ കട്ടൗട്ടിലെ ആരാധകർ പാലഭിഷേകം വരെ നടത്തുന്ന കണ്ട് സംതൃപ്തി അടയുന്ന ആത്മാവിനെ കരയിപ്പിക്കണോ സാർ? പിള്ളച്ചേട്ടാ, എല്ലാം ശരിയാ. ഒട്ടും താല്പര്യമില്ലാതെ തന്നെയാ ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ വന്നത്. എന്നെക്കാൾ ഉപരി എന്റെ ഈ ഉയർച്ച കൊണ്ട് സന്തോഷിക്കുന്നത് എന്റെ അച്ഛന്റെ ആത്മാവെന്ന് അറിയാം. പക്ഷെ അമ്മ ഇങ്ങനെ ആവാൻ കാരണം എന്റെ കുടുംബത്തിൽ നടന്ന ട്രാജഡി, അതിന്റെ റീസൺ, അതൊക്കെ എങ്ങനെ മറക്കാൻ കഴിയും എനിക്ക്? അതൊക്കെ മനസ്സിൽ വെച്ച് എങ്ങനെ ക്യാമറ മുമ്പിൽ നിൽക്കാൻ കഴിയും എനിക്ക്? അതുകൊണ്ടൊന്ന് പറഞ്ഞു തരുമോ?